എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 5:30 ഇപ്പോൾ ഇറങ്ങിയത് നമ്മൾ. കാരണം പുള്ളി ശരിക്കും വെളുപ്പിന് 3 മണിയൊക്കെ ആകുമ്പോൾ മൗണ്ട് അബുവിലേക്ക് പോകാമെന്ന് ചോദിച്ചിരിക്കുന്നതാണ് പുള്ളി. അപ്പോൾ പുള്ളി എനിക്ക് വേണ്ടിയാണ് ഈ ടൈമിൽ ഇറങ്ങിയത്. അപ്പോൾ ഞാനും ആ ടൈമിൽ എണീച്ച് പോകുന്നു. അപ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട്. നമുക്ക് ആ ഒരു അങ്ങനെ ഒരു സ്റ്റേയും കാര്യങ്ങളും തന്നതിന് വളരെയധികം സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് നമ്മളാ. അപ്പോൾ നമ്മളിപ്പോൾ റാൺ ഓഫ് കച്ചിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് 300 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ ടൈം നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. കാരണം അല്ലാത്ത ദിവസങ്ങളിൽ വൈകിയാണല്ലോ ഇറങ്ങണം നമ്മൾ. ഇതാണ് റൂട്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഈ ഗ്ലൗസ് ഞാൻ മേടിച്ചേട്ടാ പുതിയത്. ഞാൻ മേടിച്ചല്ല, എനിക്കൊരാളെ സ്പോൺസർ ചെയ്തതാണ്. പിന്നെ അതേപോലെ ഇന്നലെ നമ്മുടെ ബ്രോ നമുക്ക് മേടിച്ചു തന്ന ടീഷർട്ടാണ് കേട്ടോ. പിന്നെ ഒരു ട്രാക്ക് പാൻറ്റ് കൂടെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാഗിലാണ്. അപ്പോൾ പുള്ളി ആകെ 2 ടീഷർട്ടും 2 ട്രാക്ക് പാൻറ്റുമായിട്ട് ഇറങ്ങിയ ഞാനാണ്. ഇപ്പോൾ 3 ടീഷർട്ടും 3 ട്രാക്ക് പാൻറ്റും ഉണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റെപ്പിൻ എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് തന്നായിരുന്നു. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അവർ എന്നോട് പറഞ്ഞായിരുന്നു, നീ എവിടെയെങ്കിലും അഹമ്മദാബാദ് ഡെക്കാത്തലോണിൽ എവിടെയെങ്കിലും പർച്ചേസ് ചെയ്തോ, പൈസ അവർ അയച്ചിരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ നേരെ ഡെക്കാത്തലോണിൽ പോയി സാധനം പർച്ചേസ് ചെയ്ത് അവർ എനിക്ക് പൈസ അയച്ചു തന്ന്. അങ്ങനെ അതും എനിക്ക് അവർ സ്പോൺസർ ചെയ്ത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഓൾറെഡി മിസ്സായ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം സ്ലീപ്പിംഗ് ബാഗ് ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ പോയി. അതായത് ഫസ്റ്റ് ഡേ ഏതാണ്ട് തിരൂർ വെച്ച് എൻ്റെ മിസ്സായത്. അപ്പോൾ ഇത്ര നാൾ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് കിട്ടിയതിൽ വളരെയധികം ഉപകാരമുണ്ട് നമുക്ക്. ഇവിടെ രാവിലെ ഉണ്ട് നമ്മൾ വന്നേക്കണം. ഇപ്പോൾ ഏകദേശം 6 മണിയായി. അപ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ ഭയങ്കര. കാരണം സാധാരണ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിക്കൂടാ. നമ്മളിന്ന് നേരത്തെ ഇറങ്ങിക്കൊണ്ടേ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര വെയിലാണ്ടാ. നമ്മൾ ഇവിടെ കണ്ട സൈക്കിളൊക്കെ ഇവിടെ ഇപ്പുണ്ട്. ഇവിടെ ആകെ ഒരു ചെറിയൊരു തണൽ കിട്ടിയതാണ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ അല്ലെങ്കിൽ കിടക്കാൻ പറ്റിയ വല്ല സ്ഥലം കിട്ടുന്നെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങാലാന്ന് ചോദിച്ചു. കുറച്ച് നേരം ഭയങ്കര ക്ഷീണം, എന്താണെന്നറിയില്ല. ഒരുപാട് ആൾക്കാർ വണ്ടിക്ക് അങ്ങാടി ഇങ്ങനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഒന്നാണെങ്കിൽ ഫുഡും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാനാണെങ്കിൽ ഇവിടെ ഇതുവരെ കടയൊന്നും കണ്ടിട്ടില്ല. ആകെ ഒരു ചെറിയൊരു കട കണ്ടായിരുന്നു ഞാൻ. പിന്നെ അവിടെ മറ്റേ ബജികൾ പോലത്തെ സാധനം ഉണ്ടാകുന്നുള്ളൂ. അത് കഴിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും വല്ല ചപ്പാത്തിയോ റൈസ് അങ്ങനെ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടില്ല. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടേ നോക്കാമല്ലാന്ന് വെച്ച് ഇവിടെ ആയിട്ടൊരു കട പോയിട്ടൊരു സാധനം പോലില്ല. ഹൈവേ തന്നെ കാറൊക്കെ പോകുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്നും കൂടെ ആറട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാമല്ലാന്ന് വെച്ച്. ആകെ ഇടങ്ങേറായി, കണ്ണകം മുഖമൊക്കെ ആകെ ഇടങ്ങേറായിപ്പോയി. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ്. Hi. कश्मीर. Yeah, Kashmir. Hi, love you है भाई तुम लोग को भाई. बहुत दूर से आए. मैं केरला से आया. केरला से. यहाँ से कितना किलोमीटर होता है भैया केरला? 2000 में ऊपर है. 2300 में 2000-3000 होगा. यूट्यूब चैनल था कि नहीं? आए अशकर लोग कश्मीर जा रहे हो? कश्मीर जाएगा.
सब ठीक है ना? सब ठीक है। थैंक यू भाई। ओके लव यू है भाई तुम लोग को भाई। जय श्री राम। लाइक फॉलो कर दीजिए। हाँ 2 आदमी है वो एक नाम का। हाँ 2 है। हाँ 2 आदमी है वो सर। हाँ भैया ब्रो इधर स्पेक्स में किधर मिलेगा? चश्मा चश्मा भैया वहाँ से तुम आए ना, तो वहाँ से। अब रिटर्न में मत जाना, सीधा सीधा ही जाना। हाँ आगे गांव वाव होगा तो होटल होगा, हाँ होटल से मिल जाएगा। होटल से मिलेगा। मेरे पास है नहीं तो मैं आपको खुद दे देता। मैं खुद नहीं पहना, मेरे पास होता तो दे देता आपको मैं। वो मेरा पास है, मेरा वो ख़त्म हो गया। अच्छा हाँ कितने दिन से निकलो भैया? 8 अगस्त में वो 1 महीना कंप्लीट किया रहेगा। कंप्लीट हो गया। भैया ओके जी थैंक यू भाई। थैंक यू थैंक यू। ഞാനിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കനാല് പോലെ വന്നിട്ട കനാല്, ഇതെന്താ പറയണമെന്ന് അറിയില്ല, ഇനി കനാലിന്നാണോ അറിയില്ല. കനാല് എന്ന് പറയാം. അടിപൊളിയാണ് ഇവിടെ, നല്ല ഒഴുക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ഞാനിപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ നിർത്തിയാണ് ഇവിടെ. പിന്നെ നല്ല വെയിലാണ്, അത് കാരണം അധികം നേരം നിർത്താനും പറ്റൂല, നമുക്കാണെങ്കിൽ ഇറങ്ങി കാണാനും പറ്റുന്നത്. എന്തായാലേ നമുക്കിവിടുന്ന് ഇറങ്ങാം. ഭയങ്കര വെയിലാണ്, കാരണം ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റൂല, അമ്മാതിരി ചൂടാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർ ഇവർക്ക് ശീലമായതുകൊണ്ട് ഇവർ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ്. നമുക്ക് ഇത്രയും വെയിൽ നമുക്ക് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല കേട്ടോ, സത്യം പറയാം. വെറുതെ ഇതായിപ്പോണ്, ഭയങ്കര രീതിയിൽ ഇതായിപ്പോണ്, അല്ലെങ്കിൽ ആയിപ്പോണ്. പിന്നെയും നല്ല വെയിൽ വന്നിട്ടാ. അതേ നോക്കി ഒരു പാടമുണ്ട്, ഒരു വലിയൊരു പാടമുണ്ട് ഇവിടെ. അങ്ങനെ ഇതൊന്നും ഇറക്കിയിട്ടില്ല, കൃഷിയൊന്നും അങ്ങനെ അധികം ഇറക്കിയിട്ടില്ല ഇവിടെ. ഇപ്പുറത്തുണ്ട് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിലുണ്ട് ചെറിയ ചെറിയ കൃഷിയൊക്കെ. ഞാനിപ്പോൾ കുറച്ച് നേരം ഒരു സ്ഥലത്ത് കയറി ഇന്ന് വെയിലായിട്ട്. ഇനി എവിടെയെങ്കിലും പോകണ വയ്ക്കാൻ അടുത്ത സ്ഥലത്ത് നിൽക്കണം, അതായത് ടയേർഡാണ്ട്. അതാണ് ഇപ്പം എന്തായാലും ഒരു മരം പോലും മര്യാദക്ക് കിട്ടാനുള്ള നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഹൈവേയും കൂടെ ആയതുകൊണ്ട്. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ ഇവിടുത്തെ. നമുക്ക് എവിടെയും കയറി ഇരിക്കാൻ പറ്റൂല. ഏകദേശം ഇനി കച്ചിലേക്ക് 300 സംതിങ് കിലോമീറ്റർ ഉണ്ട്. 3-4 ദിവസം പിടിക്കും മിക്കവാറും എത്തുമ്പോൾ. അപ്പോൾ ഇത്ര നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നല്ല കാറ്റുണ്ട് കേട്ടോ. അത് ഇപ്പുറത്ത് നമ്മളെ സൈഡൊക്കെ ഒഴിക്കോ നിറച്ചും കൃഷിയാണ്. കൃഷിന്ന് വായിൽ വരൂല, കൃഷിയാണ്. ഇപ്പുറത്ത് നട്ടിട്ടുള്ളൂ, ഇതെന്നാ ചെടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ചെറിയ അതായത് ചെറുതായിട്ട് വളർന്നിട്ടുള്ളൂ. ഇപ്പുറത്ത് ഫുള്ള് ഇതാണെന്തോ, കുറേയൊക്കെ കാട് പിടിച്ച് കിടക്കണേ മിക്ക സ്ഥലങ്ങളിൽ. ഒരു സമാധാനമുണ്ട്, ചെറിയ കാറ്റൊക്കെ വന്നുകൊണ്ടേ. പിന്നെ നമ്മളെന്തായാലും എത്തുമ്പോൾ 3 ദിവസമൊക്കെ പിടിക്കും, 3-4 ദിവസം പിടിക്കും. ഇവിടേക്ക് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ടിട്ട് പോകട്ടെ, പോകണ വഴിക്ക് ഒന്നും കാണാൻ പറ്റുള്ള. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെയിലിൻ്റെ നമുക്ക് പല നല്ല രീതിയിൽ ടൈം അങ്ങനെ കുറേ പോകണം. ഉച്ചക്കൊക്കെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറേയൊക്കെ മാറിയിട്ടൊക്കെ ഇറങ്ങാനും നോക്കണം, അല്ലെങ്കിൽ ഒട്ടും പറ്റൂല. സൈക്കിൾ ഔട്ടാൻ എനിക്ക് അതിനുള്ള ഹെൽപ്പ് കിട്ടാനുള്ള, സൈക്കിൾ ഔട്ടാനുള്ള വളരെ രീതിയിൽ ടയേർഡാണ്. അതാണ്. എന്തായാലും യാത്രയെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി തിരിച്ചത് വെറുതെ ഇങ്ങനെ ഇതാക്കാനല്ല, എന്നാലും എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്ത് കണ്ട് ആസ്വദിച്ച് എല്ലാം അങ്ങനെ പോകാൻ വേണ്ടിയാണ്. അത് കുറച്ച് കാര്യമാണ്. ഇവിടെ അത്യാവശ്യം കുറേ നെൽകൃഷി ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് വളർന്ന് വന്നിരിക്കാനേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ മഴ പെയ്തെന്ന് തോന്നുന്നു, പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തായിരുന്നില്ല. അതായത് ഞാൻ വന്ന വഴിക്ക് എനിക്ക് മഴ കിട്ടിയൊന്നും ചെയ്തില്ല. കണ്ടത് ഇവിടെ എനിക്ക് ഫുള്ള് നനഞ്ഞിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരു മഴ എന്തോ ഇവിടെ പെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ നമുക്കത് ഫീൽ ചെയ്തില്ല, നമുക്കത് കിട്ടിയില്ല കേട്ടോ. വന്ന വഴിക്ക് മഴയൊന്നും കിട്ടിയില്ല. എനിക്ക് തോന്നണേ മിക്കവാറും പോണ വഴിക്ക് അവിടെ എവിടെയെങ്കിലും മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ
ഒരു മഴ പെയ്ത് തന്നെ ഭയങ്കര ആശ്വാസം. കാരണം അത് ഇപ്പം പെയ്തിട്ട് അറിയില്ല. ഒരു ഉച്ച ടൈമിലൊക്കെ ആണെങ്കിൽ വളരെയധികം സന്തോഷം. കാരണം ആ ചൂടൊന്ന് മാറി കിട്ടുമോ. ഉച്ചക്കൊക്കെ ഭയങ്കര ചൂടാണ് നമുക്ക്. ഇവിടെ ഒരു ചെറിയ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തുണ്ട്. ഇതെന്ത് കൃഷിയാണെന്ന് അറിയില്ല. കൃഷിനെ കുറിച്ച് വലിയ നോളേജൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ അത് കാരണം എന്ത് കൃഷിയാണെന്ന് അറിയില്ല. ഭയങ്കര ടയർഡായി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അത് കാരണം രാവിലെ ആകെ എന്തോ 2 സമൂസ കഴിച്ച് പിന്നെ ഒരു ചായയും കുടിച്ച്. ആ ഒരു ഇതിലാണ് ഇപ്പോഴും പോകണം. പിന്നെ അത് ഇപ്പോൾ ഒരാളെ കുറച്ച് പഴം കൊണ്ടുവന്നാണ്. അപ്പോൾ പഴം കഴിച്ച് പിന്നെ അത് 2 മാതളാരങ്ങ ഉണ്ട്, അത് കഴിച്ചിട്ടുള്ള പഴം കഴിച്ചിട്ടുണ്ട് തോന്നണം. പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് ആ ഒരു ഇതിലാണ് ഇപ്പോൾ പോണത്. ഉണ്ടാവുന്നല്ല പോകുന്നവർക്ക് വല്ല ചെറിയ വല്ല കട വല്ലതും കാണണമെങ്കിലേ അവിടെ നിന്ന് വല്ലതും കഴിക്കാം. നല്ല വിശപ്പുണ്ട് പക്ഷേ. അപ്പോൾ നോക്കാം. ബാക്കി ഇപ്പോൾ അന്വഴിക്ക് 2 ഹോട്ടൽ കണ്ടായിരുന്നു. പക്ഷെ അത് വലിയ ഹോട്ടലായിരുന്നു. അത്രയും അവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഫുഡിന് അത്രയും നമ്മൾ എക്സ്പെൻസ് കൊടുക്കാനില്ല. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ പോവാം. എന്നിട്ട് അവിടെ നിന്ന് എവിടെയെങ്കിലും കഴിക്കാം. അപ്പോൾ തൽക്കാലം മാതളാരങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇന്ന് ഒരു പമ്പിൽ സ്റ്റേ കിട്ടി. അപ്പോൾ അതേ ഇവിടെയാണ് നമുക്ക് സ്റ്റേ കിട്ടിയേക്കണം. അപ്പോൾ അതേ നല്ല മഴ പെയ്തട്ടെ. ഇത്ര നേരം ഒരു മഴ പോലും ഉണ്ടായില്ല. ഇപ്പോൾ ഇത് നല്ല മഴ. പമ്പിൽ ഫുള്ളും കിടങ്ങില്ല. കാരണം ഇവിടെ മേലിൽ ഇതൊന്നുമില്ല. നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ അത് കാരണം അതേ അവർ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റേ പോലെ വന്നിട്ടുണ്ട്. പിന്നെ മഴ പെയ്ത് വെള്ളം നല്ല രീതിയിൽ ഇങ്ങോട്ട് വന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഇങ്ങനെയെങ്കിലും ഒരു ഇത് കിട്ടിയാലോ നമുക്ക്. നമ്മൾ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. വലിയൊരു എന്താ പറയുക കിട്ടുള്ള വലിയൊരു സംഭവം തന്നെ കിടക്കാൻ വേണ്ടി. എന്തായാലും നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇറങ്ങും എന്തായാലും ഇവിടുന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നപ്പോൾ നമുക്ക് ഇവർ ഫുഡ് മേടിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞത് കേട്ടോ. അത് ചപ്പാത്തി ഉണ്ട്, പിന്നെ അത് കറിയുണ്ട്, പിന്നെ അത് സാലഡ് ഉണ്ട്. ഇവിടെ ഉണ്ടാകുമ്പോൾ കിടക്കണം. ബെഡ് ഉണ്ട് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ നമുക്ക് ഫുഡൊക്കെ മേടിച്ചിട്ടൊന്നല്ലാന്ന് വിചാരിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോകണം. റെസ്റ്റ് ചെയ്യണം. കുറച്ച് നേരം വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് നെറ്റ് ഇവിടെ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നോക്കണം. അപ്പോൾ എന്തായാലും അപ്പോൾ ശരിയെന്നാൽ.